ഹായ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്താണ്. ഇതാണ് ഋഷികേശിലെ ബീറ്റിൽസ് ആശ്രമം. 1968 ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളെ ആവേശം കൊള്ളിച്ച ബീറ്റിൽസ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇത് തന്നെയാണ് മഹർഷി മഹേഷ് യോഗിയുടെ ആശ്രമം. മഹർഷി തന്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി 1960-70 കാലഘട്ടത്തിലൊക്കെ ഇന്റർനാഷണൽ അക്കാദമി ഓഫ് മെഡിറ്റേഷൻ എന്ന നിലയിൽ നിർമ്മിച്ച പരിശീലന കേന്ദ്രമാണിത്. നമ്മളിപ്പോ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഹട്ടുകളില്ലേ, ഇതിനെ ധ്യാനഗുഹകൾ എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ശരിക്കും താഴെക്കൂടത്തിന്റെ ആകൃതി എന്നാണ് പറയുന്നത്. എനിക്ക് പക്ഷെ ഇത് കണ്ടിട്ട് ആക്ച്വലി നമ്മുടെ ബുദ്ധദേവന്റെ തലഭാഗത്തിന്റെ ഒരു ഷേപ്പായിട്ടാണ് തോന്നിയത്. ഇത് ഓരോന്നും ഗംഗാനദിയിൽ നിന്നുള്ള കുഞ്ഞു കല്ലുകൾ എടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ഹട്ടിനും ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എപ്പോഴും കാണാം ഇവിടെ. ഇത് ശരിക്കും 2 നിലയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ ചെറിയൊരു ലിവിംഗ് റൂമും ചെറിയ ടോയ്ലറ്റും മേലെ ചെന്ന് കഴിഞ്ഞാൽ ധ്യാനത്തിൽ ഇരിക്കാനുള്ള സ്പേസും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ കാണുന്നതാണ് ഇവരുടെ വിശാലമായ കിച്ചൺ. പക്ഷെ ഇപ്പൊ എല്ലാം ഏകദേശം നശിച്ചു കിടക്കുകയാണ്. ഇക്കാണുന്നതാണ് ആശ്രമത്തിന്റെ പ്രിന്റിംഗ് പ്രസ്. ആശ്രമത്തിന് ആവശ്യമായിട്ടുള്ളതും സാഹിത്യപരമായതും ഭഗവത്ഗീത പോലുള്ള പുസ്തകങ്ങളും ഇവിടുന്ന് പ്രിന്റ് ചെയ്തിരുന്നു. ഞാനിപ്പോ കയറി ചെല്ലുന്നത് വേദ് ഭവന്റെ ഉള്ളിലേക്കാണ്. 1967 ഇതിന്റെ നിർമ്മിതി. ഇതാണ് ആശ്രമത്തിന്റെ ലെക്ചർ ഹാൾ. ബീറ്റിൽസിന്റെ ജീവിതവും സംഗീതവും മാറ്റിമറിച്ചിടം. വൈറ്റ് ആൽബം പോലുള്ള ലെജൻഡറി വർക്കുകളുടെ ഉത്ഭവം ഇവിടെ നിന്നാണ്. 1968 ബീറ്റിൽസ് ഇവിടെ ധ്യാനം പഠിക്കാൻ എത്തിയത്. അന്നു മുതലാണ് ആശ്രമം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. ബാൻഡ് ഏറ്റവും കത്തി നിന്ന കാലഘട്ടമായിരുന്നു അത്. നമ്മളിപ്പോ കാണുന്ന 4 നില കെട്ടിടം സ്റ്റെപ്ഡ് പിരമിഡ് ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല നല്ല വിശാലമായ ബാൽക്കണിയാണ് ഓരോ റൂമിനും നൽകിയിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം ഇതിനുണ്ട്. ഈ കാണുന്ന ഫ്ളാറ്റുകളിലൊക്കെ ഇലക്ട്രിക് ഹീറ്ററുകൾ, റണ്ണിംഗ് വാട്ടർ, ടോയ്ലറ്റുകൾ, ഇംഗ്ലീഷ് ശൈലിയിലുള്ള ഫർണിച്ചറുകൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നത്രേ. ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒട്ടകപക്ഷിയുടെ മുട്ടയുടെ ആകൃതിയിലുള്ള മെഡിറ്റേഷൻ ഹട്ടുകൾ കാണാം. ബീറ്റിൽസ് ആശ്രമം മ്യൂറൽ പ്രൊജക്ടിനെ സന്ദർശിച്ചിരുന്ന കലാകാരന്മാർ സൃഷ്ടിച്ച ചിത്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ചിത്രകല ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ബീറ്റിൽസ് ആശ്രമം. ഇവിടെ അത്രയും ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് 84 ധ്യാന ഗുഹകളിലേക്കുള്ള പ്രവേശന കവാടം. 84 ഹട്ട്സ് എന്നതിന്റെ ഹിന്ദിയാണ് ചൗരാസി കുട്ടിയ. ഇരുവശങ്ങളിലും കുഞ്ഞു കുഞ്ഞു കല്ലുകൾ പതിപ്പിച്ച് ഈ കാണുന്ന 2 ഇടനാഴികൾ ചെന്നിറങ്ങുന്നത് അതിവിശാലമായ 2 നിലയിലുള്ള പ്രഭാഷണ ഹാളിലേക്കാണ്. മഹർഷി തന്റെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. ഈ പ്രഭാഷണ ഹാളിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് 84 മെഡിറ്റേഷൻ ചേംബറുകളും ഉള്ളത്. ഇതും ഏകദേശം നശിച്ച അവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് നിറയെ ഗ്രാഫിറ്റി ആർട്ട് വർക്കുകൾ കാണാം. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഗംഗാനദി ഒഴുകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെഡിറ്റേഷൻ ചേംബറുകൾ. ഇതിന്റെ ഇരുവശവും ചെറിയ ചെറിയ മുറികളാണ്. നല്ല ഇരുട്ടായതുകൊണ്ട് ഞാൻ അതിന്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. ഈ ഓരോ ചേംബറുകളും ഓരോ യോഗ ആസനത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. ആശ്രമത്തിനകത്തുള്ള ആർട്ട് ഗാലറിയാണിത്. ബീറ്റിൽസ് ഇവിടെ താമസിച്ചപ്പോഴുള്ള ഒത്തിരി പഴയകാല ഫോട്ടോഗ്രാഫ്സ് നമുക്കിവിടെ കാണാം. ബീറ്റിൽസ് ലവേഴ്സിന് ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഋഷികേശിൽ വരാൻ എപ്പോഴേലും പ്ലാൻ ഉണ്ടെങ്കിൽ ബീറ്റിൽസ് ആശ്രമം മിസ് ചെയ്യരുത്. അപ്പൊ ശരി, ടാറ്റ ബൈ ബൈ. ഋഷികേശിന്റെ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. Thank you for watching. Please like and subscribe my channel.